ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയില വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വ്യത്യസ്ത രുചികളിൽ ഉണ്ടാക്കുന്ന 2 റെസിപ്പികളുമായാണ്. അപ്പോൾ നമുക്ക് ഈ 2 റെസിപ്പികളും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 3 മീഡിയം സൈസ് സവാള ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാലും മതി. നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 15-20 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടീസ്പൂൺ ചേർത്തത്. 1/2 ടീസ്പൂൺ നമ്മൾ സാധാരണ എരിയുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാം. വാളംപുളിയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞു കിട്ടി. അപ്പോൾ ഇതാ ഇതേപോലെ അരച്ചെടുക്കുക. കട്ടകളൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി കൂടി ചേർക്കാം. ഞാനിവിടെ വറുത്ത കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് അരച്ചപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മിക്സി ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോഴിതാ നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മിനിറ്റ് മാത്രം അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മുരിങ്ങയിലയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ മുരിങ്ങയില മാത്രമല്ല, ഈ മുരിങ്ങയിലയ്ക്ക് പകരം നമുക്ക് വേറെ ഏത് ചീരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും 2 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പാൻ ഒന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മുരിങ്ങയിലയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലയുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ ഈ മുരിങ്ങയിലയുടെ റെസിപ്പി ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ദോശയ്ക്കും അതുപോലെ ഇഡ്ഡലിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. തീർച്ചയായും കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ മുരിങ്ങയിലയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് മുരിങ്ങയില വെച്ചിട്ടുള്ള രണ്ടാമത്തെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ചേർക്കാം. 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പൊടിയായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് നല്ല നീളത്തിൽ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് 2 ഉണക്കമുളക് 4ആയി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നല്ല ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ പൊടികൾ ചേർക്കുന്നതിന് മുമ്പേ തീ ഓഫ് ചെയ്തിട്ട് ചേർത്താലും മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മുരിങ്ങയിലയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1.5 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ടാണ് ചേർക്കുന്നത്. മിക്സിയിൽ അടിക്കുന്നതിന് മുന്നേ ഒരു 3 പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്തിട്ടാണ് അടിച്ചെടുത്തത്. അപ്പോൾ പച്ചമുളക് ചേർത്ത ഈ തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് നമ്മൾ അടിച്ചെടുത്തത്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം ഈ റെസിപ്പിക്ക് വേണ്ടി എടുക്കാൻ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. തൈര് ചേർത്ത കാരണം ഈ കറി തിളപ്പിക്കരുത്. നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ. നന്നായി ചൂടായി നമ്മുടെ ഈ കറിയിൽ നിന്ന് ആവി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ പാൻ നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില വെച്ചിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒഴിച്ചുകറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. മറ്റ് സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ മുരിങ്ങയിലയുടെ റെസിപ്പി കൂടി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒഴിച്ചുകറി നല്ല ടേസ്റ്റാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം കാണിച്ച റെസിപ്പി നമുക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ മുരിങ്ങയില എന്ന് വെച്ചാൽ വളരെ ഹെൽത്തി തന്നെയാണ്. അപ്പോൾ തീർച്ചയായും മുരിങ്ങയില വെച്ചിട്ട് ഈ 2 റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.